എന്നാൽ ആ പരിശുദ്ധമായ ഇന്ത്യ എന്ന് പറയുന്ന ഈ പരിശുദ്ധ രാജ്യം അതിൻ്റെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന വ്യാഴാഴ്ച ഓഗസ്റ്റ് 15 നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ മനുഷ്യന്റെ, ഇന്ത്യൻ പൗരന്റെ മനസ്സിനകത്തും ഉണ്ടാകുന്നത് വളരെയധികം തന്റെ രാജ്യത്തോടും തന്റെ ജീവിതത്തോടും ഈ ഭൂമിയിൽ ജീവിക്കുന്ന, എൻ്റെ ഈ രാജ്യത്ത് ജീവിക്കുന്ന തന്റെ രാജ്യത്തോടുള്ള ഏറ്റവും വലിയ കടപ്പാടാണ് എന്ന് നമുക്കറിയാം. 1947 ഓഗസ്റ്റ് 15 ഈ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവിധ വൈദേശികാധിപത്യത്തിനും കീഴടങ്ങിയപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ മഹാരാജ്യത്തെ വലിയ സ്വാതന്ത്ര്യത്തിന്റെ ഘടകങ്ങളിലേക്ക്, വലിയ സ്വാതന്ത്ര്യത്തിന്റെ ആ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ്. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പല ആളുകളെയും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കേൾക്കുന്നു എങ്കിലും നമ്മൾ ഒരിക്കലും തന്നെ ചരിത്രങ്ങളെ മാറ്റി തിരുത്തപ്പെട്ട ചില വിശേഷങ്ങളിലൂടെ, ചില ആളുകളുടെ വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോകാൻ പാടില്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ തേടി അലഞ്ഞവരാണ് ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ അടക്കമുള്ള എൻ്റെ പ്രിയമുള്ളവരെ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള, ആലി മുസ്ലിയാർ അടക്കമുള്ള, ഷഹീദ് കുഞ്ഞാലി മരക്കാർ സാഹിബ് അടക്കമുള്ള ആളുകൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളാണ് എന്ന് നമുക്കറിയാം. ഇന്ന് ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളിൽ നിന്ന്, ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ആ മനുഷ്യന്റെ പേര് മുഴുവനും വെട്ടി എഴുതപ്പെട്ട രീതിയിലാണ് ഇന്ന് ചരിത്രം കിടക്കുന്നത്. ചരിത്രത്തെ ഇന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്, ചില ആളുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യാവസ്ഥ. അവരൊന്നും രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വന്ന രാജ്യദ്രോഹികളാണ് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ലോകം മുഴുവനും മുദ്രകുത്തി പറയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, രാജ്യദ്രോഹി രാജ്യത്തിന്റെ സ്നേഹിയായി മാറുന്നു. രാജ്യത്തെ സ്നേഹിച്ചു തന്റെ നെഞ്ചോകത്തേക്ക് ചേർത്ത് വെച്ച ആളുകൾ രാജ്യദ്രോഹിയായി മാറുന്നു എന്നതാണ് ഇന്നത്തെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. മുസ്ലിമായതിന്റെ പേരിൽ എത്ര വലിയ കുറ്റങ്ങളും തന്റെ തലയിലേക്ക് വെച്ച് കെട്ടി നീയാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന് ചുമത്തപ്പെടുന്ന ഒരു സംവിധാനമായി ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ താടിക്കൊന്ന് നീളം കൂടിക്കഴിഞ്ഞാൽ, തലയിലൊരു തൊപ്പി വെച്ചാൽ, അവന്റെ ഞെരിയാണിക്ക് മുകളിലേക്ക് അവന്റെ തുണിയൊന്ന് കയറി കഴിഞ്ഞാൽ, ഇന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവൻ അവഹേളിക്കപ്പെടുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ, എൻ്റെ പ്രിയമുള്ളവരെ, നീതിപീഠങ്ങൾ വരെ ഇന്ന് അവർക്കെതിരെ തിരിയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് കുതിക്കുമ്പോൾ, 2019 നമുക്ക് കടന്നു വന്നപ്പോൾ ജമ്മു കാശ്മീരിന്റെ തക്വ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ തെരുവോരങ്ങളിലൂടെ കടന്നുപോയ ആസിഫ എന്ന് പറയുന്ന പെൺകുട്ടി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട, പീഡനത്തിനിരയാക്കപ്പെട്ട ആ സംഭവം എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാവപ്പെട്ട ആ പെൺകുട്ടിയെ നിഷ്ഠൂരമായി അവിടുന്ന് അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ച് ബലാത്കാരം ചെയ്യപ്പെട്ട് കൊന്ന് ഒടുക്കിയപ്പോഴും ഇന്ന് അതിന്റെ പ്രതികൾ ഇന്ന് ഈ ഭൂമി ലോകത്തിലൂടെ നെഞ്ചും വിരിച്ച് സുരക്ഷിതരായി കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ വേദനാജനകമായ സംഭവം എന്ന് നമുക്കറിയാം. 2017 കടന്നു വന്നപ്പോൾ കാസർഗോഡ് ചൂരി എന്ന് പറയുന്ന പ്രദേശത്ത് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദ് പള്ളിക്കകത്തേക്ക് കാലെ കൂട്ടി കണ്ടറിഞ്ഞ്, പടച്ചുറബെ, കാലെ കൂട്ടി കണ്ടറിഞ്ഞ് തന്റെ ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കടാരങ്ങൾ എടുത്തിട്ട് ആ മനുഷ്യന്റെ നെഞ്ചകത്തേക്ക് ആഞ്ഞു വെട്ടി ആ മനുഷ്യനെ വെട്ടി പരിക്കേൽപ്പിച്ച എന്റെ പ്രിയമുള്ളവരെ, ഇരുട്ടിന്റെ കാപാലികരായി കടന്നു വന്ന ആളുകൾ ഇന്നും ഇന്ത്യ രാജ്യത്ത് നെഞ്ചും വിരിച്ച് അവർ സുരക്ഷിതരായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, പശുവിന്റെ പേരിൽ, മാംസത്തിന്റെ പേരിൽ ഇന്നും ലോക ജനത വേട്ടയാടപ്പെടുന്നു എന്നതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഒരിക്കലും തന്നെ മറന്നു പോകരുത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നാൽ ഇതുപോലുള്ള സ്വാതന്ത്ര്യമല്ല എൻ്റെ പ്രിയമുള്ളവരെ. നമ്മുടെ പൂർവികരായ ആളുകൾ നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നപ്പോൾ അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്, മറിച്ച് ഈ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത് സവർണരുടെ ആഗ്രഹമാണ്, കുത്തക മുതലാളികളുടെ ആഗ്രഹമാണ്, അധികാരവർഗത്തിന്റെ ആഗ്രഹമാണ്. ഇത്രത്തോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇന്ന് ഭൂമി ലോകത്തിന്റെ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിൽ നിലനിൽക്കുമ്പോൾ, അള്ളാഹുവിന്റെ
വിശുദ്ധമായ ഖുർആൻ ഒരു വിശ്വാസിയോട് ഓർമ്മപ്പെടുത്തുകയാണ്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. സഹോദരങ്ങളെ, ഈ ദുനിയാവിന്റെ തുലിക്കുമ്പകൾ നമ്മൾ ജീവിക്കുന്നത് അല്ലാഹുവേ പടച്ച റബ്ബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാവിടുന്ന് വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പറയുകയാ, വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ഇവിടെ ബാക്കിയാകുന്നത് പരലോക ചിന്ത മാത്രമാണല്ലോ. ആഖിറം മാത്രമാണ് ഒരു വിശ്വാസിയുടെ മുമ്പിൽ അകത്ത് ലക്ഷ്യമുണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വീണ്ടും വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പറയാ, ഈ ഭൂമി ലോകത്തെ പരീക്ഷണങ്ങൾ വരും, പ്രലോഭങ്ങൾ വരും, ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നതാണ്. എന്നാ അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ അവിടുന്ന് പറയുകയാണ്, വലാ തഹിനൂ വലാ തഹ്സനൂ ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, നിങ്ങളാണ് ഏറ്റവും വലിയ ഉന്നതരോ, നിങ്ങളാണ് വലിയ ഏറ്റവും വലിയ ഉന്നതരോ. അല്ലാഹു പറയുകയോ, വലാ തഹിനൂ, നിങ്ങൾ ഒരിക്കലും തന്നെ ദുർബലപ്പെടരുത്, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിതരാകരുത്, വഅൻതുമുൽ അഅ്ലൗന, നിങ്ങളാണ് ഏറ്റവും വലിയ ഉന്നതരോ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളായി നിലകൊള്ളുന്ന കാലത്തോളം നിങ്ങളാണ് ഏറ്റവും വലിയ. പടച്ച റബ്ബേ റസൂലുള്ളാഹി ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, നിങ്ങളാണ് ഏറ്റവും വലിയ ഉന്നതർ, നിങ്ങൾ മുഅ്മിനീങ്ങളായി നിലകൊള്ളുന്ന കാലത്തോളം എന്ന്. അതാവിടുന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ, ഒരുപാട് പ്രലോഭങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ, ഒരുപാട് വേദനകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. എന്ത് തന്നെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും ഹൃദയത്തിനകത്തുള്ള ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാനിനെ നമ്മൾ ഒരിക്കലും തന്നെ കളയരുത്, ഒരിക്കലും തന്നെ നമ്മൾ പടച്ച റബ്ബേ വലിച്ചെറിയാൻ പാടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഉഹുദിന്റെ രണാങ്കണത്തില് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുകയാണ് എന്നുള്ള വാർത്ത ഇവിടുന്ന് പടച്ച റബ്ബേ ശത്രുക്കളെ പരത്തിയപ്പോ, റസൂലുള്ളാഹിനെ വധിച്ചെന്ന വാർത്ത ഇവിടുന്ന് പരത്തിയപ്പോ, പടച്ച റബ്ബേ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിരുന്ന സഹാബത്ത് മുഴുവനും അതാ തളർന്നു പോവുകയാണ്. അല്ലാഹുവേ, റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞല്ലോ, ഇനി എന്തിനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചോ. ചില ആളുകളെല്ലാവരും ഇറങ്ങിക്കരുകയാണല്ലോ. പടച്ച റബ്ബേ, അല്ലാഹുവേ, മലഞ്ചെരിവിലവരെല്ലാവരും വലിയ പരാജയത്തിന്റെ കൈപ്പ് നീര് കുടിച്ചവരായിട്ടോ സഹാബത്ത് മുഴുവനും ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. ദുഃഖിതരായിരിക്കുന്ന സഹാബത്തിന്റെ മുമ്പില് മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ കുതിരപ്പുറത്ത് കയറുകയാണല്ലോ. എന്നിട്ടതാ ജബലുർ റുമാത്തിന്റെ മുകളിലേക്ക് അങ്ങ് കയറുമ്പോ റബ്ബേ തന്റെ കയ്യിൽ കിടക്കുന്ന അമ്പെടുത്തിട്ട് ശത്രുക്കൾക്ക് നേരെ അവിടെ നിന്ന് വീശുകയാണ്, അവർക്ക് നേരെ അമ്പെഴുതുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജബലുർ റുമാത്തിന്റെ മുകളിൽ വെച്ചിട്ട് അവിടെ നിന്ന് കാണുകയാണ്. ജബലുർ റുമാത്തിന്റെ മുകളിൽ വെച്ചിട്ട് റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ള താഴെ നിൽക്കുന്ന വിവരം കണ്ടപ്പോ പടച്ച റബ്ബേ, അവിടുന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു ദുഃഖിച്ചിരിക്കുന്ന സഹാബത്തിന്റെ മുമ്പിലേക്ക് സന്ദേശം അതാ കൈമാറുകയാണ്. സഹാബത്ത് അതാ ജബലുർ റുമാത്തിന്റെ മുകളിലേക്ക് ഇരച്ചുകൊണ്ട് കയറുകയാണ്. റബ്ബേ, കയറി വന്ന സഹാബത്തുണ്ടല്ലോ, ആ കയറി വന്ന സഹാബത്തുണ്ടല്ലോ, അവിടെ നിന്നതാ ശത്രുക്കൾക്കെതിരെ അവിടെ നിന്ന് പോരുകയാണ്. റബ്ബേ, അവിടുന്ന് റസൂലുള്ള
പറയുകയാണ്, അല്ലാഹുമ്മ ലാ ഖുവത ഇല്ലാ ബിക, അല്ലാഹ് നിന്നെ കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ശക്തിയുമില്ല, അല്ലാഹ് ഞങ്ങൾക്ക് യാതൊരു ശക്തിയുമില്ല അല്ലാഹ് എന്നവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പടച്ച തമ്പുരാനോട് പറയുകയാണ്. അവസാനം ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ഉഹദിന്റെ രണാങ്കണത്തിലെ ചരിത്രങ്ങൾ നമുക്ക് സുപരിചിതമാണല്ലോ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് വേദനകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അല്ലാഹനെ കൈവിടല്ലേ. വേദനകൾ വരുമ്പോ അവിടുന്ന് നിങ്ങൾ ചൊല്ലണേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്നവിടുന്ന് ദുആ ചെയ്തോ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയതാ തൻ്റെ ആളുകൾ, തൻ്റെ കൂട്ടുകാർ, തൻ്റെ സഹോദരങ്ങൾ പിടിച്ചിട്ട് അവിടുന്ന് റബ്ബേ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയിടുന്ന സമയത്ത് പോലും അല്ലാഹ് അവിടുന്ന് ദുആ ചെയ്തത് അവിടുന്ന് പറഞ്ഞ കാര്യം ഇതാണല്ലോ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് കടന്നു പോകുമ്പോൾ അതാ അവിടുന്ന് ശത്രുക്കളായ ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് സഹാബ കടന്നു പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാ കടന്നു പോകുന്നത്? പടച്ച റബ്ബേ, നിങ്ങൾ ഒരിക്കലും തന്നെ വിജയിക്കില്ല. ശത്രുക്കളുടെ ബദറിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി കടന്നു വരുന്ന ശത്രുക്കളുടെ പെരുപ്പം പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബേ മുശ്രിക്കീങ്ങളായ ആളുകള്, മുനാഫിക്കുകളായ ആളുകൾ അവിടുന്ന് പരിഹസിച്ചപ്പോ, അവിടുന്ന് കളിയാക്കിയപ്പോ, പലരും വഴിയെ വെച്ചിട്ട് പിന്മാറിയപ്പോ അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ സ്വഹാബത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങൾ അല്ലാഹ് കൂടെയുണ്ടല്ലോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹ് മതി ഞങ്ങൾക്കെന്ന് പറയുന്ന പരിശുദ്ധമായ ദിക്ർ, ഈ ദിക്ർ അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ പിന്തുടർത്തിയപ്പോ, അവിടെ നിന്ന് കൊണ്ടു നടത്തിയപ്പോ അല്ലാഹു ബദറിൽ പരാജയം കൊടുത്തിട്ടില്ല, ഉഹദിൽ പരാജയം കൊടുത്തിട്ടില്ല. ഓരോ പ്രവാചകന്മാരും ഇത് പറഞ്ഞപ്പോ അവർക്കൊന്നും അല്ലാഹു ജീവിതത്തിൽ വിഷമങ്ങൾ കൊടുത്തിട്ടില്ല. അല്ലാഹു തആല നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വരുന്ന ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ വലിയ നിറവിലേക്ക് നമ്മൾ എല്ലാവരും കടക്കാൻ. സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ നിറവിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് ഒരുപാട് ആളുകൾ പല പല പേരിൽ, പല പല വിഷയങ്ങളുടെ പേരിൽ ഇന്ന് ആക്രമിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്റെ പ്രിയമുള്ളവരെ, എത്രത്തോളം അക്രമം നടത്തിയാലും അക്രമം നടത്തിയവന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചിട്ട് നിന്നവരാണ് മുസ്ലിമീങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്കുള്ള എല്ലാ സഹാബത്തും എന്റെ പ്രിയമുള്ളവരെ എത്ര വലിയ വിഷമഘട്ടങ്ങൾ അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോഴും അതിനെയെല്ലാം അല്ലാഹുവിന്റെ വചനങ്ങളെ കൊണ്ട്, റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അവിടുന്ന് നേരിട്ടവരാണ് എന്റെ പ്രിയമുള്ളവരെ സഹാബത്ത് റളിയല്ലാഹു അൻഹും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പ്രിയമുള്ളവരെ ശത്രുപക്ഷം കഅബാലയത്തിന്റെ മുറ്റത്ത് അവിടുന്ന് സുജൂദിൽ കിടന്നപ്പോ ചീഞ്ഞ കൊടൽമാല എടുത്തിട്ട് റസൂലുള്ളാഹിന്റെ കഴുത്തിലേക്കിട്ട സംഭവം നമുക്കറിയാലോ. വളരെയധികം വിശാലമായ ചരിത്രങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പറയാനുണ്ടല്ലോ. അല്ലാഹുവേ പടച്ച റബ്ബേ, സമയം വളരെ കുറവാണ് നമുക്ക് മുമ്പിൽ. ഇൻഷാ അല്ലാഹ് 1.5 മണിക്കൂറാണ് നമ്മുടെ മജ്ലിസ് ഉണ്ടാകാറ്. ചിലപ്പോൾ 1.25 മണിക്കൂർ, അതിന്റെ 1 മണിക്കൂറും കുറച്ച് സമയം മാത്രം നമ്മുടെ മജ്ലിസിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പറഞ്ഞു തീർക്കാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല എത്ര വലിയ പ്രയാസങ്ങളും പ്രലോഭങ്ങളും പ്രളയങ്ങളും ദുരന്തങ്ങളും പടച്ച റബ്ബേ ഇന്നും പല പല മേഖല, പാലക്കാട് ജില്ലയിൽ അല്ലെ അലനല്ലൂർ ഭാഗങ്ങളിലൊക്കെ പടച്ച റബ്ബേ വീണ്ടും ഇരുൾ പൊട്ടുകയാണ്. ആ ഒരു വലിയ ഭീതിയിൽ ജനങ്ങളെല്ലാവരും ചില സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ പടച്ച റബ്ബേ, അതുപോലുള്ള ദുരന്തങ്ങൾ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. ഞങ്ങളെ കണ്ണുകൊണ്ട് നീ അത് കാടിപ്പിക്കല്ല റഹ്മാനെ. ഞങ്ങൾ ഒരാളെയും നീ പരാജയപ്പെടുത്തരുത് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ.
എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ദുരന്തങ്ങളും പ്രക്ഷോഭങ്ങളും വേദനകളും പ്രയാസങ്ങളും കടങ്ങളും എല്ലാം തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമ്മെ പരീക്ഷിക്കും. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും വീട്ടിനകത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ബാത്റൂമിലേക്ക് കയറുന്നവരാണ്. ആ ഒരു ബാത്റൂമിന്റെ തലങ്ങളിൽ പല പല കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ അല്ലാഹ് നമ്മൾ പറയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതത്തിൽ അല്ലാഹു തആല നമ്മൾ അറിയാതെ തന്നെ പ്രതിഫലം തരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, മഹത്തുക്കളായ ആളുകൾ, മുഫസ്സിരീങ്ങൾ, മഹാന്മാരായ ആളുകൾ അവിടുന്ന് പറയുകയാ, യുസന്നുലി മുറാദി യുസന്നുലി മുരീദിൽ ഖലാഇ ഹാദിഹിൽ ഉംറ. മഹാന്മാരവിടുന്ന് പറയാണ്, ഖലായിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സുന്നത്തുണ്ടല്ലോ. ആ സുന്നത്തുകളെല്ലാം നമ്മൾ മുറുകെ പിടിക്കണേ എന്നെൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. യുസന്നുലി മുരീദിൽ ഖലാഇ ഹാദിഹിൽ ഉംറ. അതിലേക്ക് കയറുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ, ഒരുപാട് സുന്നത്തുകൾ ഉണ്ടല്ലോ. ഒന്നാമതായിട്ട് മഹാന്മാര് പഠിപ്പിക്കുകയാണ്, അൽ ഇംതിആൽ, നിങ്ങൾ ചെരുപ്പ് ധരിക്കണേ. ഒന്നാമത്തത് മഹാന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾ ചെരുപ്പ് ധരിക്കണേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? സത്റു റഅസിഹി. ആ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ തലമറക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ചെരുപ്പിടാതെ കയറരുത്. നമ്മുടെ വീട്ടിനുള്ളിൽ ഉള്ളതായിരിക്കാം എന്താകട്ടെ, ബാത്റൂമിന്റെ അകത്തിലേക്ക് കയറുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നിർബന്ധമായിട്ട് നമ്മൾ ചെരുപ്പിട്ടിരിക്കണം. മനസ്സിലായല്ലേ? അതേപോലെ തന്നെ തല മറച്ചിരിക്കണം. ഇത് നിർബന്ധമാണ് അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളത് ചെയ്യണം. നമുക്ക് സുന്നത്താണെന്നുണ്ടെങ്കിലും അത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ട സുന്നത്തുകളാണ്. പക്ഷേ പല പല രോഗങ്ങളും അതിലേക്ക് കയറി വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇത് നമുക്ക് സുന്നത്തായിട്ട് നമുക്ക് നിർബന്ധം എന്ന് പറഞ്ഞാൽ പടച്ചോനെ എന്തായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലേ? പക്ഷെ ഇത് ചെയ്യാൻ നിർബന്ധമാക്കിയില്ല, സുന്നത്താണ്. പക്ഷെ അത് നിർബന്ധം പോലെ നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ദുനിയാവിൽ തന്നെ നമ്മുടെ ശാരീരികമായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് വരും. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലല്ലേ ബാത്റൂം, അതുകൊണ്ട് അവിടെ ചെരുപ്പ്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പറയട്ടെയോ, ഈ കാര്യങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണേ. നമ്മൾ ബാത്റൂമിലേക്ക് കടക്കുന്നവരായാൽ നമ്മൾ തലമറക്കുന്നവരാകണേ. സത്റു റഅസിഹി, നിങ്ങളെ തല നിങ്ങൾ മറക്കണേ, നിങ്ങൾ ചെരുപ്പ് ധരിക്കണേ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അൻ ഹബീബ് ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു, മഹാനായ ഹബീബ് ഇബ്നു സാലിഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതേപോലെ തന്നെ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, കാന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ ഖലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലായിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി തലമറക്കാതെ കയറിയിട്ടില്ല. വലബിസ ഇദാഅഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലിൽ ചെരുപ്പ് ധരിക്കാതെ ഒരിക്കലും തന്നെ തന്റെ വീട്ടിനകത്തുള്ള ബാത്റൂമിലേക്ക് കയറിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് തലമറക്കാതെ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ചെരുപ്പിടാതെ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല ജീവിതത്തിൽ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. നമുക്കറിയാം, ബാത്റൂമിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് നജസ്സുകളാണ്. ആ നജസ്സുകളിൽ ഒരുപാട് അണുക്കളുണ്ട് എന്ന് നമുക്കറിയാം, അല്ലേ? ഒരുപാട് അണുക്കളുണ്ട്. ഈ അണുക്കളെല്ലാം നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ കാലിൽ പറ്റുന്നു. അതിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ, രോഗങ്ങൾ നമ്മെ പിടിപെടുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് 100% എൻ്റെ പ്രിയമുള്ളവരെ ഉറപ്പാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ ബാത്റൂമിലേക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ചെരുപ്പ് ധരിക്കണേ, നിങ്ങൾ തലമറക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ഇനി അവിടെ ചെരുപ്പ് ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചെരുപ്പ് ധരിക്കുമ്പോൾ നമ്മൾ ആദ്യം ധരിക്കേണ്ടത് വലത് കാലിലെ ചെരുപ്പാണ്. പിന്നെയാണ് നമ്മൾ ഇടത് കാലിന്റെ ചെരുപ്പ് നമ്മൾ ധരിക്കേണ്ടത്. അത് വലിയ സുന്നത്താണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബാത്റൂമിന്റെ ഉള്ളിൽ കയറുമ്പോ നമ്മൾ എന്ത് ചെയ്യും, അല്ലേ? നമ്മൾ ആദ്യം കാല് വെച്ചിട്ട്, ഇടത് കാല് വെച്ചിട്ട് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറിക്കോളൂ. എന്നിട്ടോ പിന്നീട് അവിടെ നിന്ന് ഇടത്തെ കാലിന്റെ പടച്ചുറപ്പെ വലത് ചെരുപ്പ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, അല്ലേ? പിന്നീട് നമ്മൾ ഇടത് കാലിന്റെ ചെരുപ്പിടണം. ഇനി പുറത്തുനിന്നാണ് നമ്മൾ ചെരുപ്പിടുന്നതെങ്കിലോ ഇടത്തെ കാല് അവസാനം ഇട്ട് ആദ്യം വലത്തെ കാലിലെ ചെരുപ്പിട്ടിട്ട് ഇടത് കാല് മുമ്പിലേക്ക് വെച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ബാത്റൂമിലേക്ക് കയറണം. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ വിഷയം, അല്ലേ? ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ പറയുന്ന കാര്യം എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്നത് മുതൽ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് നമ്മൾ പറഞ്ഞെന്താണ്? തല മറക്കണം. രണ്ട് ചെരുപ്പ് ധരിക്കണം. മൂന്നാമത്തെ, ചെരുപ്പ് ധരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ചെരുപ്പ് ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ആദ്യം വലത്തെ കാല്, പിന്നീട് ഇടത്തെ കാല്, അല്ലേ? നീ നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിലോ, അത് നമ്മൾ ചെരുപ്പൂരിയാണെന്നുണ്ടെങ്കിലോ, ആദ്യം നമ്മൾ അയക്കേണ്ടത് ഇടത് കാലിന്റെ ചെരുപ്പാണ്. പിന്നെയോ നമ്മൾ വലത് കാലിന്റെ ചെരുപ്പാണ് അയക്കേണ്ടത്, അല്ലേ? ഇതൊക്കെ അല്ലാഹുവേ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് എത്തപ്പെടുന്ന ചില കൂലികളാണ്, സുന്നത്താണ്. നമ്മൾ അറിയണില്ല, അല്ലെ? എന്നാലും നമുക്ക് ഇങ്ങനെ കിട്ടാൻ അറിയാതെ സുന്നത്തിന്റെ ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു തആല നമ്മളിലേക്ക് തരികയാണ്. നിങ്ങൾ, അല്ലെ? വീണ്ടും അതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുവേ, ബാത്റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ? നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ നിങ്ങൾ ഒരിക്കലും തന്നെ കൊണ്ടുപോകാൻ പാടില്ല. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് ഇസ്മുൻ നബി, അല്ലാഹുവേ, നബിമാരുടെ പേരുകൾ, അതേപോലെ തന്നെ ഔ മലക്കിൻ, മലക്കുകളുടെ പേരുകൾ, ഔ ഗൈരിൻ, അതുപോലുള്ള ബഹുമാനിക്കപ്പെടുന്ന ദിക്റുകളാകാം, സ്വലാത്തുകളാകാം, പരിശുദ്ധമായ ഖുർആനിൽ നിന്നാകാം. ഇതെല്ലാം ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ കൈവശം വെക്കാൻ പാടില്ല. അത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണേ. കീശക്കകത്ത് ഒരു ഖുർആനിന്റെ എഴുതിയ കടലാസ് ഉണ്ട്. ഖുർആനിന്റെ എഴുതിയ കടലാസിന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കീശക്കകത്തുണ്ട്. റസൂലുള്ളാഹിന്റെ പേരെഴുതിയതുണ്ട്, പ്രവാചകന്മാരുടെ മറ്റു പേരെഴുതിയത് നമ്മുടെ കീശക്കകത്തുണ്ട്, അല്ലേ? മലക്കുകളുടെ പേരെഴുതിയതുണ്ട്. ഇതെല്ലാം ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കളാണല്ലോ. ഇതെല്ലാം നമ്മൾ ബാത്റൂമിനകത്ത് കയറുമ്പോൾ ഒരിക്കലും തന്നെ നമ്മുടെ കീശക്കകത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം എടുത്തിട്ട് എൻ്റെ പ്രിയമുള്ളവരെ മാറ്റിവെക്കണമെന്നോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാൻ. ചിലർക്ക് സംശയമുണ്ട്, ഉസ്താദേ, നമ്മൾ കുട്ടികളൊക്കെ പേടിക്കും, അതേപോലെ തന്നെ
കരച്ചിലിന് കൈക്കല്ല് കെട്ടിയിട്ടുണ്ടല്ലോ ഉസ്താദേ. എന്റെ പ്രിയമുള്ളവരെ, അതിൽ യാതൊരു പേടിയും വേണ്ട. അത് പ്രത്യേകമായ രീതിയിലാണ് എൻ്റെ പ്രിയമുള്ളവരെ അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അതൊന്നിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് പ്രത്യേകമായ രീതിയിൽ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ വിഷയത്തിൽ നമ്മൾ പേടിക്കണ്ട. പബ്ലിക്കിൽ നമ്മൾ കാണപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, പല ആളുകളും പടച്ചുറബേ ബാത്റൂമിലേക്ക് മൊബൈൽ ഫോൺ കയ്യെ പിടിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ അവിടെ ഇരിക്കുന്ന സമയം അതാ മൊബൈൽ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? അതെല്ലാം ജീവിതത്തിനകത്ത് ദാരിദ്ര്യം വന്നു പെടാനുള്ള കാരണമാണ്. ദാരിദ്ര്യം പിടിപെടാനുള്ള കാരണമാണ്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ മോശമായ ചിന്തയും മോശമായ പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിനകത്തേക്ക് കയറിക്കൂടാനുള്ള കാരണമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണേ. അതിൽ നിന്ന് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകണേ. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ തോണ്ടുന്ന സമയത്ത് അതിങ്ങനെ പലതിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് വരുമല്ലോ, സ്വലാത്തുകൾ വരുമല്ലോ, തസ്ബീഹുകൾ വരുമല്ലോ. ഇതെല്ലാം വരുമ്പോ പടച്ചുറബേ അല്ലാഹു നിരോധിച്ചൊരു സ്ഥലത്ത് അതാ ഇതെല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ അല്ലാഹുവേ, എത്ര വലിയ മോശത്തരമാണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തെ ഭയക്കണേ. ബാത്റൂമിനകത്ത് ആ ഒരു മോശമായ പ്രവർത്തനം ഉണ്ടാകരുത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആ ഒരു മോശമായ ചിന്ത, മോശമായ ശീലം ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ റഹ്മാനേ. എൻ്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ വിഷയം എന്താണെന്നറിയോ? أخذ أحجار الاستنجاء وعداء مائه. നമ്മൾ ഖലായിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ മനോഹരണം ചെയ്യാനുള്ള, കഴുകാനുള്ള പടച്ചുറബേ ശുചീകരണത്തിലുള്ള വെള്ളം നമ്മൾ അവിടെയുണ്ട് എന്ന് ഉറപ്പ് വരുത്തണേ. നമ്മൾ കല്ല് കയ്യിൽ കരുതിക്കോ, അല്ലെങ്കിൽ വെള്ളം നിങ്ങളുടെ കയ്യിനകത്ത് കരുതിക്കോ. അല്ലാതെ അവിടെ പോയി കിടന്നിട്ട് പിന്നെ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. മനസ്സിലായില്ലേ? 4ാമത്തെ നമ്മൾ പറയുന്നത്, ബാത്റൂമിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ കൈവശം നമ്മൾക്ക് കഴുകാനുള്ള, ശുദ്ധീകരിക്കാനുള്ള വെള്ളം നമ്മുടെ കയ്യിൽ വേണം. ഇനി വെള്ളം കിട്ടാത്ത അവസരമാണെങ്കിൽ വെള്ളം വലിച്ചെടുക്കുന്ന കല്ല് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ശുദ്ധീകരിക്കാം. ആ കല്ല് നമ്മുടെ കൈക്കകത്ത് കരുതണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങൾ ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പ് ധരിക്കണം, തലമറക്കണം, ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ മാറ്റി നിർത്തണം. അതിനകത്ത് വെള്ളമുണ്ടോ മനോഹരം ചെയ്യാനുള്ള, പടച്ചറബ്ബേ ശുദ്ധിയാക്കാനുള്ള വെള്ളമോ കല്ലോ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നിർബന്ധ, ഇത് സുന്നത്ത. ജീവിതത്തിൽ നമ്മൾ, എൻ്റെ പ്രിയമുള്ളവരെ, ചില ആളുകളൊക്കെ, നമ്മളൊക്കെ പല ആളുകളും പാൻറ് ഇട്ടിട്ട് മൂത്രയിക്കും അല്ലേ? ചെറുപ്പക്കാരായ ആളുകളൊക്കെ പാൻറ് ഇട്ട് മൂത്രയിക്കും. എന്നിട്ട് നിന്നിട്ടാണ് ചില ആളുകൾ മൂത്രയിക്കാം. മൂത്രയിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ, അത് ചുമരിലേക്കാകാം, ബാത്റൂമിന്റെ തിണ്ടിലേക്കാകാം, അതിലേക്കൊക്കെ ആയിട്ട് ഇത് റിട്ടേൺ അടിക്കും, പാൻറിൽ തന്നെ തെറിക്കും. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് നേരെ നമസ്കരിക്കും. ചില ആളുകൾ വല്ല ടോയ്ലറ്റിലൊക്കെ പോകും, അവിടെ വെള്ളം ഉണ്ടാവില്ല, നേരെ മൂത്രയിച്ചിട്ട് അതുപോലെ എണീറ്റ് പോരും. ചെയ്യാൻ പാടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, കയ്യിനകത്തൊരു കല്ലെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കരുതണം. അതില്ലാതെ ബാത്റൂമിൽ കയറരുത്. ബാത്റൂമിനകത്ത് കയറരുത്. അതില്ലാതെ ബാത്റൂമിനകത്ത് കയറരുത്. അല്ലാഹുവേ, 4ാമത്തെ കാര്യം എന്തെന്നറിയോ? تقديم يساره عند الدخول.
കയറുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബാത്റൂമിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇടത് കാല് നമ്മൾ മുന്തിക്കണേ. പടച്ച റബ്ബേ, ചെരുപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇടത് കാല് മുന്തിക്കണം. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് അറിയാത്ത ആളുകളില്ലല്ലോ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹുവേ പടച്ച റബ്ബേ ഒരിക്കൽ വല്ലാതെ രോഗശൈലിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മഹാനവളുകളെ അല്ലാഹ് തന്റെ ആളുകൾ എല്ലാവരും എടുത്തിട്ടാണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നത്, കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. കാരണം എന്താ? പ്രയാസത്തിലാണ്, സ്വന്തമായിട്ട് എണീറ്റ് നടക്കാൻ കഴിയില്ല, വല്ലാത്ത വിഷമത്തിലാണ്. അങ്ങനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ഒരിക്കലതാ മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പുറത്തിറക്കണേ. ബാത്റൂമിൽ കയറ്റിയ സമയത്ത് പറയാൻ, എന്നെ പുറത്തിറക്കൂ. തന്റെ കൂടെയുള്ളവർ മഹാനവറുകളെ പെട്ടെന്ന് പുറത്തിറക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, എന്റെ ഈ വലത് കാലിങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുകയായിരുന്നല്ലോ, അതിന്റെ പിറകിലേക്ക് ഇങ്ങനെ വല്ലാതെ ഇടത് കാലും തള്ളി നിന്നിരുന്നു. എന്റെ മുമ്പിൽ വലത് കാലിന്റെ ഭാഗമായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കറാഹത്ത് വരെ ഞാൻ ചെയ്തിട്ടില്ല. പടച്ച റബ്ബേ, അതുവരെ സൂക്ഷിച്ചിരുന്ന മഹാനായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. മഹാനവറുകൾ അവിടുന്ന് പുറത്തിറങ്ങി. എന്നിട്ട് തന്റെ കൈ കൊണ്ട് പടച്ച റബ്ബേ വലത് കാലിനെ ഇങ്ങോട്ട് അടുപ്പിച്ച് ഇടത്തെ കാലിനെ മുമ്പോട്ട് കുറച്ച് നെറ്റിപ്പിച്ച് അങ്ങനെയാണ് മഹാനവറുകൾ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറിയത് എന്ന് എന്റെ പ്രിയമുള്ളവരെ ദൃക്സാക്ഷികൾ പറയുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നന്മ ചിന്തിക്കാൻ തൗഫീക്ക് കൊണ്ട് റബ്ബേ. രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് പോലും എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് കണ്ണിയത്ത് ഉസ്താദ് കാണിച്ച ആ ഒരു സൂക്ഷ്മതയൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ഒരു വലിയ സുന്നത്തിനോടുള്ള വലിയ ബന്ധമൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ ആ വലിയ പേടിയൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരൊക്കെ ചെയ്തതുപോലെ നന്മകൾ ചെയ്യാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളും തയ്യാറാകണം. നമുക്ക് മുമ്പിൽ സാധാരണക്കാരെ പോലെ ജീവിച്ച് കാണിച്ച മഹാന്മാരാണവർ. അവരെ പോലെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകണം. അല്ലാഹുവേ, ഈ പറയുന്ന എനിക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ട വേർഷനാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൊണ്ടു നടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആറാമതായിട്ട് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, വയ്യഖൂല ഇൻദ ദുഖൂലി ബിസ്മില്ലാഹി اللهم إني أعوذ بك من الخبث والخبائث. അല്ലാഹുവേ പടച്ച റബ്ബേ, ബാത്റൂമിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട കാര്യമാണ്. അവിടുന്ന് മഹത്തുക്കൾ അവിടുന്ന് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങാൻ. അല്ലാഹു ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കാൻ. മിനൽ ഖുബസി വൽ ഖബായിസ്. റബ്ബേ, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, എന്നവിടുന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ നമ്മൾ ദുആ ചെയ്യണേ. ചെയ്യലില്ലേ? ഇത് മറക്കരുത് എന്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മറക്കരുത്. അല്ലാഹുവേ പടച്ച റബ്ബേ, ബാത്റൂമിന്റെ ഉള്ളിനകത്ത് ഇബ്ലീസിന്റെ ചാഞ്ചാട്ടമുണ്ട്. ആൺപിശാചിന്റെ പെൺപിശാചിന്റെ വലിയ ബന്ധങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അതിന്റെ ഉള്ളറയിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്.
മനസ്സിലാക്കാനുള്ള പക്വത നൽകണേ റഹ്മാനേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് നമ്മോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, ഹത്താ പടച്ച റബ്ബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ബാത്റൂമിനകത്ത് പിശാചുക്കൾ കടന്നു വരുന്നതാണ്, പിശാചുകളുടെ ശല്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ശല്യത്തിൽ നമുക്ക് രക്ഷപ്പെടണ്ടയോ, അതിനാണ് വേണ്ടിയിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് വേണം അതിന്റെ ഉള്ളറയിലേക്ക് നിങ്ങൾ കിടക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല എവിടെയാണ് സ്വർഗ്ഗത്തിൽ നിന്ന് അയച്ചത്? ജിദ്ദയിലാണ്, അല്ല ഇന്ത്യയിലാണ്, അല്ലെ? ഇന്ത്യ രാജ്യത്ത് ആദം മലയിലാണ്, ശ്രീലങ്ക. അതേപോലെ തന്നെ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത് അത് ജിദ്ദയിലാണ്. ജിദ്ദയിലാണ് എൻ്റെ പ്രിയമുള്ളവരെ. ആ ജിദ്ദയിൽ ഹവ്വാ ബീവി അയച്ചോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് ഇന്ത്യയിലേക്ക് അയച്ചോ. എന്നാൽ ഇബ്ലീസിനെ അവിടുന്ന് അല്ലാഹു തആല അയച്ചത് എൻ്റെ പ്രിയമുള്ളവരെ ദിസ്തിംസാനി മിനൽ ബസറ, ബസറയിലെ ദിസ്തിംസാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ആ ഒരു സ്ഥലത്താണ് ഇബ്ലീസിനെ അല്ലാഹു തആല അയച്ചത്, ബസറയിലാണ്. എവിടെയാണ്? ബസറയിൽ, അല്ലേ? അവിടെ ദിസ്തിംസാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് ഇബ്ലീസിനെ അല്ലാഹു തആല അയച്ചത്. എന്നിട്ട് അവിടുന്ന് ഇബ്ലീസ് ആ സമയത്ത് അവിടുന്ന് ചോദിക്കാണ്, യാ റബ്ബി, എൻ്റെ റബ്ബേ, അൻസൽതനി ഇലൽ അർളി ഫജ്അൽനി ബൈതാ, അൻസൽതനി ഇലൽ അർളി, റബ്ബേ നീ എന്നെ ഭൂമിയിലേക്ക് അയച്ചല്ലോ, ഫജ്അലനി ബൈതാ, ഇവിടെ നീ എനിക്കൊരു ഭവനം, സ്ഥിരമായിട്ടുള്ളൊരു ഭവനം നീ എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു കൊടുത്തത് ഏതെന്നറിയോ? അവിടുന്ന് ബാത്റൂമാണ്, ടോയ്ലറ്റാണ്. അതിന്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ നിന്നോളൂ, നീ ജീവിച്ചോളൂ, നീ സമയം കണ്ടെത്തിക്കോളൂ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറയാൻ. പിന്നീട് ഇബ്ലീസ് ഇന്നുമുള്ളത് എവിടെയാണ്? ബാത്റൂമിനകത്താണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അല്ലാഹു തആല അന്ന് അവനിക്ക് കൊടുത്തതാണ് അവനക്ക് താമസിക്കാനായിട്ടൊരു ഇടം. അപ്പൊ അവിടെ ഇങ്ങനെ കുറെ സമയം പോയിട്ട് ഇരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവിടെ പോയിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ചില ആളുകൾ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കും, സിഗരറ്റ് അങ്ങനെ വലിക്കിരുന്നിട്ട്, അല്ലേ? അല്ലെങ്കിലോ ഇപ്പുറത്ത് ആരെങ്കിലും വന്നിരുന്നാല് അവരോട് ഇങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഫോൺ ചെയ്യും, ഫോണിൽ തോണ്ടിക്കളിക്കും, ഇതെല്ലാം ചെയ്യും. ഇതൊന്നും ചെയ്യാൻ പാടില്ല എൻ്റെ പ്രിയമുള്ളവരെ. ബാത്റൂം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ ഇരിക്കാനുള്ളതല്ല. ഒരുപാട് പടച്ച റബ്ബേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ ബാത്റൂമിൽ ഇരുന്നിട്ട് അങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക്, അല്ലേ? ചെയ്യാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് ബാത്റൂമിൽ കയറണം. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുകയും വേണം. ഇത് ബാത്റൂമിൽ നമ്മൾ കാണിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആദരവാണ്, സുന്നത്തായ കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കടമയാണ്. റസൂലുള്ളാഹിനോട് അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവും കൂടെയായിട്ട് ഇത് മാറുകയാണ്. കാരണം അവർ പറഞ്ഞു, അത് നമ്മൾ ചെയ്യുമ്പോൾ അവരോടുള്ള വലിയൊരു മഹബത്തും കൂടെയായിട്ട് മാറുകയാണ്. മാത്രമല്ല ഒരുപാട് പ്രയാസങ്ങൾ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെയധികം അല്ലാഹു തആല